ആദർശും നയനയും കൂടിയിട്ട് ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. ഈ ഒരു കാര്യം ആദർശ് നയനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പാർട്ടിക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഈ ഒരു കാര്യമൊക്കെ ദേവേനെ അറിയുന്നുണ്ട്. ദേവേനയ്ക്ക് ഇപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വീട്ടിലുള്ള മറ്റാരെയും കൊണ്ടുപോകാതെ അവളെ മാത്രം പാർട്ടിക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുശുമ്പ് പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ താഴെ ഇരുന്ന് ദേവേനി പറയുന്നുണ്ട്, ഓ ആദർശിനിപ്പം എൻ്റെ അഹങ്കാരം എന്ന് ആലോചിച്ച് നോക്കി. പണ്ടൊക്കെ ഇവിടെയുള്ള എല്ലാവരെയും കൊണ്ട് അവൻ പോവുള്ളായിരുന്നു. ഇപ്പം ഇവൻ ആരെയും വേണ്ട, അവൻ്റെ ഭാര്യയും കൊണ്ട് പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ദേവ്യാനി ചുമ്മാ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് മുത്തശ്ശൻ ചോദിക്കുകയാണ്, നിനക്ക് നാണയില്ല ദേവ്യാനി? അവൻ്റെ വിവാഹം കഴിഞ്ഞില്ലേ? ഇനി അവൻ പോകുന്നിടത്തല്ല ഭാര്യയും കൊണ്ടാ പോകേണ്ടത്, അല്ലാതെ നിന്നെയും കൊണ്ടല്ല. നിന്റെ ഭർത്താവ് പോയപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും നിന്റെ പുറകെ വന്നെന്നൊക്കെ ചോദിച്ചിട്ട് ദേവേനെ കുറെ കളിയാക്കുന്നുണ്ട്. എങ്കിലും ദേവനിക്ക് ഇന്നും ദഹിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. ദേവയാനി അങ്ങനെ പതിയെ ആരും കാണാതെ അവരുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ ദേവനോട് കാണാതായപ്പോഴേ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തേലും ഉടക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദർശിന്റെ മുറിയിലേക്ക് പോയതായിരിക്കുമെന്ന് പറയാണ്. ഈ സമയം മുതലാക്കാൻ വേണ്ടി ജലജ ശ്രമിക്കുന്നുണ്ട്. ജലജ പറയാണ്, അച്ഛനും അമ്മയും ഇപ്പൊ പോയി നോക്കിക്കേ, ആദർശിന്റെയൊക്കെ മുറിയിൽ ഒളിച്ചെന്ന കേക്കായിരിക്കും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നയനെ ഇന്ന് ആദർശിന്റെ കൂടെ വിടാൻ ഏട്ടത്ത് സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അപ്പൊ ഇവിടുത്തെ കലാപരിപാടി കഴിഞ്ഞെങ്കിൽ ഇനി മേളിലോട്ട് ചെന്നാട്ടെ. ഞങ്ങളടുത്ത് ആവശ്യത്തിന് തിരികൊളുത്തിയല്ലോ, ഇനി ചെന്നിട്ട് ദേവ്യാനിക്ക് കുറച്ച് തിരികൊളുത്തി കൊടുക്ക്. ദേവ്യാനി മാറുമ്പം നയനിക്കും ആദർശനും കൂടി തിരികൊളുത്തെന്നൊക്കെ പറഞ്ഞ് ജലജക്കിട്ട് ശരിക്കും നാക്കുന്നുണ്ട്. അവരുടെ അടുത്ത് പോയി ദേവ്യാനിയുടെ കുറ്റം പറഞ്ഞ് സ്വന്തമായിട്ട് അടി മേടിച്ചെടുത്ത് കേട്ടോ ജലജ. അങ്ങനെ ജലജ ഒന്നും മിണ്ടാതെ അങ്ങ് വല്ലാണ്ടായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ജലജ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞതിൽ ഒരു കാര്യം സത്യമാണ്. ഇപ്പം ദേവേനി പോയി അവരുടെ മുറിയുടെ വാതിക്ക് നിൽക്കായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അവളെ എങ്ങനെയെങ്കിലും പോകാൻ വിടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ദേവേനി ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവേനി അവരുടെ മുറിയിലേക്ക് ഇങ്ങനെ പോവാണ്. ഈ സമയത്ത് നയന ആദർശ് വാങ്ങിക്കൊണ്ട് കൊടുത്ത പുതിയൊരു സാരി ഉണ്ടായിരിക്കും, അതിങ്ങനെ കൊടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നയന ഇങ്ങനെ താഴത്തെ പ്ലേറ്റ് എടുത്തത് കണ്ടിട്ട് ആദർശ് പറയാണ്, ഇങ്ങനെയാണോ സാരി കൊടുക്കുന്നത്? ഇത്രയും വർഷമായിട്ട് സാരി കൊടുക്കാൻ പഠിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ എന്താ ആദർശിട്ട കുഴപ്പം, നന്നായിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ശരിയായിട്ടില്ല, താഴത്തെ പ്ലേറ്റ് ഇട്ടും ശരിയായിട്ടില്ല എന്ന് പറയാണ്. ശരിക്കും ആദർശിന് നയന്റെ സാരി ഒന്ന് ടച്ചപ്പ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ആദർശ് ചെയ്യുന്നതാണ്, അല്ലാതെ നയന സെറ്റപ്പാട് സാരി കൊടുത്ത് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ താഴത്തെ പ്ലേറ്റ് ഒക്കെ ഇങ്ങനെ ശരിയാക്കി കൊടുക്കുന്നതിലൊക്കെ അഭിനയിച്ചുകൊണ്ട് ആദർശിന് ഇരിക്കുകയാണ്. അത് നയനയ്ക്ക് തന്നുള്ള ഇഷ്ടം കൂടുമെന്നും കരുതിയിട്ടാണ് ആദർശം അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഈ പറയുന്നതൊക്കെ ആദർശം നയനോട് ശരിക്കും സ്നേഹം തുടങ്ങിയതിന് ശേഷമുള്ള സ്റ്റോറീസാണ് ഈ പറയുന്നത്. അങ്ങനെ ആ പ്ലേറ്റ്സ് ഒക്കെ എടുത്തു കൊടുക്കുന്ന കാണുമ്പോൾ നയനയ്ക്ക് അത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഇവരുടെ മുറിയിൽ എന്താ സംഭവിക്കുന്നതെന്നും എങ്ങനെയെങ്കിലും ഇവരെ യാത്ര മുടക്കാൻ വഴിയുണ്ടെന്നും അറിയാൻ വേണ്ടിയിട്ട് അതിലേ വന്ന ദേവയാനി ആ കാഴ്ച കണ്ട് അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. തന്നോട് നയനെ ഒട്ടും ഇഷ്ടമില്ലെന്നും ഒരിക്കലും സ്നേഹിക്കില്ലെന്നും ഒരിക്കലും സ്വീകരിക്കുന്നില്ലെന്നും പറഞ്ഞ തന്റെ മകൻ തറയിൽ ഇരുന്നുകൊണ്ട് നയനയുടെ സാരിയുടെ പ്ലേറ്റ് എടുത്തു കൊടുക്കുന്നു. അതിന് പിന്നെ വലിയ എന്ത് കാഴ്ചയാണ് നമ്മുടെ ദേവയാനിക്ക് കാണേണ്ടത്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ. അങ്ങനെ ദേവയാനി അത് കണ്ട് അങ്ങനെ അമ്പർ നിൽക്കുകയാണ്. അപ്പോഴേക്കും നയന അവളുടെ സാരിയുടെ എന്താണേയും അവളെ നന്നായിട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് വീണ്ടും അതും ഇങ്ങനെ ഉടുപ്പിക്കുന്നുണ്ട്. അപ്പൊ നയന ഇങ്ങനെ സ്നേഹത്തോടെ ഭയങ്കര പ്രണയത്തോടെ ആദർശിനെ നോക്കുന്നുണ്ട്. അപ്പൊ ആദർശിന് നയനെ നോക്കിക്കൊണ്ട് തന്നെ ആ സാരിയൊക്കെ നന്നായി ഇങ്ങനെ ഉടുപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാ ഭംഗിയായതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നയനെ പറയുന്നുണ്ട്, ഓഹോ ആദർശേട്ടനപ്പോൾ സാരി ഉടുപ്പിക്കാനൊക്കെ അറിയാമല്ലെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, നീ എന്ന് കൊടുക്കുന്നത് ഞാൻ കാണുന്നതല്ലേ, ഇതൊക്കെ ഇങ്ങനെ നീ നല്ല ഭംഗിയായിട്ട് കൊടുക്കുന്നത് കണ്ടിട്ട് എനിക്കത് ഈ സാരിയോടൊപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഈ സാരി ഇങ്ങനെ ഉത്തരം കഷ്ടപ്പാടല്ലേ, ഇതിലും നിനക്ക് ചുരിദാറാക്കിക്കൂടെ ചോദിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ചുരിദാറിന്റെ നിയമമൊന്നും ഇല്ലല്ലോ എന്ന് ആദർശ് പറയാണ്. അങ്ങനെയൊന്നും ഇല്ല ആദർശ് കേട്ടാ. പിന്നെ എനിക്ക് ഇവിടെ തറവാട്ടില് എല്ലാവരും സാരി ഉടുക്കാറ്, അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞ ശേഷം അമ്മയെ സാരി ഉടുക്കാറ്. ഇവിടെ ഇപ്പം നവ്യേച്ചി അങ്ങനെ തന്നെയല്ലേ, അതുകൊണ്ടാ, അല്ലാതെ ഒന്നുകൊണ്ടല്ല എന്നൊക്കെ നയനെ പറയുന്നുണ്ട്. ആദർശ് പറയാണ്, നീ നിന്റെ വീട്ടിൽ പോയപ്പോഴൊക്കെ ചുവറിലിട്ടുന്നേ, അതിട്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാന്ന് പറയാണ്. എന്തായാലും ഈ സാരി നിനക്ക് നല്ല മാച്ചായിട്ടുണ്ടെന്ന് പറയാണ്. പിന്നെ നീ ലൂസ് ഹെയറിൽ ഇടുന്നതിനെക്കാട്ടിലും പുറകിൽ ഇങ്ങനെ ഒരു ബുഷ് ഇട്ട് രണ്ട് സൈഡിലും മുടി ഇങ്ങനെ കുറച്ചായിട്ട് ഇടുന്ന നല്ലതെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള കമ്മലും വളയൊക്കെ ആദർശ് എന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം ഇടുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയനെ ഇങ്ങനെ ഒരുങ്ങുന്ന ആദർശം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് ചങ്ക് തകർന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ നയൻ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ആദർശ് പറയാണ്, ഇപ്പം നല്ല പെർഫെക്റ്റ് ലുക്ക് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് ആദർശ് പറയാണ് നമുക്ക് ഈ സാരി മാറ്റിയിട്ട് ഒരു മോഡേൺ വേഷം അങ്ങ് പിടിച്ചാലോ, നല്ല പാർട്ടിക്കൊക്കെ പോകാനുള്ളതല്ലേ, അപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നില്ല ഒരു ബ്ലാക്ക് കളറിലുള്ള ഷോർട്ട് ഡ്രസ്സ് ആയാലും എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എന്റെ പൊന്നാദർശേട്ടാ, ആദർശൻ എന്തൊക്കെയാ പറഞ്ഞേ, അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമരുമകളായി ഞാൻ അങ്ങനെ എങ്ങാണ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ വിവാദമായിരിക്കും എന്ന് പറയണം. അങ്ങനെയല്ല നയന, എല്ലാ പാർട്ടിക്കും എല്ലാ വലിയ വലിയ ആൾക്കാരും അങ്ങനെയല്ലേ ഇട്ടുകൊണ്ട് വരാറ്. അപ്പൊ നയനെ പറയാണ് എന്റെ കംഫർട്ടബിൾ ഇത് ആദർശിട്ടാ, ഇത് മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിന്റെ ഇഷ്ടമാണ് എല്ലാം, നിന്റെ ഇഷ്ടപോലെ നടക്കട്ടെ എന്ന് ആദർശ് പറയാണ്. അങ്ങനെ രണ്ടുപേരും താഴെ ഒരുങ്ങിയിറങ്ങി ഇരുന്ന് കാണുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് മുത്തശ്ശിയൊക്കെ പറയാണ്. ദേവേനെ ഇപ്പം ആകെ പുകപോയ അവസ്ഥയിൽ ദേവേനോട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവർ ഇറങ്ങി വന്നിട്ട് ആദർശ് പറയാണ് മുത്തശ്ശി ഞങ്ങൾ പോയിട്ടാന്ന് പറയുന്നു. പോയിട്ട് വാ മക്കളെ, സന്തോഷമായിട്ട് പോവാ, നല്ല രസമുണ്ട് നയനെന്ന് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നയനെ പറയാണ് ആദർശേട്ടനാ ഇതിന് പറ്റിയ സാരിക്ക് പറ്റിയ കമ്മലും മാലയും വളയൊക്കെ സെലക്ട് ചെയ്യുന്ന പറയുന്നുണ്ട്. എന്തായാലും അത് മനോഹരമായിട്ടുണ്ടെന്ന് മുത്തശ്ശി പറയാണ്. അപ്പോഴേക്കും ദേവനി ഇങ്ങനെ തലകൊണിച്ചിരിക്കുന്നുണ്ട്. അമ്മേ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ ദേവനി ഒന്നും മിണ്ടുന്നില്ല. അമ്മേ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് ഒന്നും കൂടെ ആദർശ് പറയുമ്പോഴും ദേവനി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട് ദേവയാനി കുട്ടികളൊരു വഴിക്ക് പോകാൻ വേണ്ടി ഇറങ്ങാല്ലേ, ആ സമയത്ത് നിന്നോട് ഇങ്ങനെ പറയുമ്പോൾ മുഖം കറുപ്പിച്ചിരിക്കുകയാണോ ചെയ്യേണ്ടത്, അവരെ നല്ല രീതിക്ക് യാത്ര അയക്കണ്ടേ, എങ്കിലല്ലേ അവർ പോകുന്ന കാര്യം നന്നാവുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ദേവേനി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവേനി ഇങ്ങനെ മിണ്ടാതെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് ശരി അമ്മ ഞങ്ങൾ പോയിട്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും യാത്ര പറഞ്ഞിട്ട് പോവാണ്. മുത്തശ്ശി പറയുന്നുണ്ട് ദേവേനി ഇതൊന്നും ഒട്ടും ശരിയല്ല, നിന്റെ മകനും മരുമകളും ഒരു വഴിക്ക് പോകുമ്പോൾ അവർ സന്തോഷമായിട്ട് യാത്ര അയച്ചില്ലെങ്കിൽ അവർ പോകുന്ന കാര്യം ശരിക്കും നടക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥന വേണം എപ്പോഴും അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിച്ച് ദേവേനോട് ചൂടാവുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയൊക്കെ പോയി കഴിയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് എന്താ പറ്റി ചേട്ടത്തി, എന്തിനു ചേച്ചി മുഖം വാടിക്കുന്നു ചോദിക്കുന്നുണ്ട്. ഞാൻ ചെന്നപ്പം ആദർശ് തറയിൽ കുത്തിയിരുന്ന് നയനയുടെ സാരിയുടെ പ്ലീറ്റ്സ് ശരിയാക്കായിരുന്നു. എന്നിട്ട് അവളുടെ മുന്താണി കൂടി ഇവിടെ ഒളിപ്പിച്ചു കൊടുത്തു. അവൾക്ക് ചേരുന്ന വളയും മാലയും അവൻ എടുത്തു കൊടുക്കുക, അവനെന്നെ ചതിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് ഞാൻ ചേച്ചിയുടെ എത്ര തവണ പറഞ്ഞതാ അവൻ ചതിക്കുകയാണെന്ന്, ചേച്ചി വിശ്വസിച്ചില്ലല്ലോ, ചേച്ചിയുടെ മോനല്ലാന്ന് വിശ്വാസം, അവൻ ഞങ്ങളൊന്നും ചെയ്യില്ല, അവൻ നയനെ സ്നേഹിക്കില്ല, അവൻ എന്റെ വാക്ക് കേൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി, അവൻ്റെ ആ സാരി വരെ അവളോട് ഉടുത്തു ഉടുപ്പിച്ചില്ലേ. ഇത്രയൊക്കെ ചെയ്യുന്ന ഒരാള് അവർ നമ്മൾ യാതൊരു സ്നേഹം പുറത്തില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചല്ലേ, ഇനി കുറച്ചു കാലം വെയിറ്റ് ചെയ്താല് എടുത്തേക്ക് ഒരു അമ്മൂമ്മയും കൂടെ ആകാം എന്നൊക്കെ പറഞ്ഞ് ജലജ കളിയാക്കിയിട്ട് പോകുന്നുണ്ട്. ഇതും കൂടെ കേൾക്കുമ്പോഴേക്കും ദേവേനിക്ക് ഇങ്ങനെ ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ജലജ മാറിപ്പോന്നിട്ട് പറയാണ് എന്തായാലും അവളുടെ തലക്ക് നല്ല ചൂട് പിടിച്ചു, കുറച്ചും കൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കണം, പൊട്ടിത്തെറിക്കട്ടെ. ഇനി അവളുടെ മകനും മരുമകളും വന്ന് കയറുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി എല്ലാത്തിനും കൂടെ തമ്മി തെറ്റിക്കണം എന്നൊക്കെ ജലജ അവിടെ നിന്ന് മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കനക അവിടെ കാണും. അപ്പൊ ഈ കനകം മനസ്സിലാക്കുന്നുണ്ട് ഈ ജലജ പോയിട്ട് ദേവേനോട് എന്തൊക്കെയാണ് പറഞ്ഞെന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ദേവേനി മാറിപ്പോയി ചിരിക്കുന്നതും കനകം കാണുന്നുണ്ട്. ഇവൾ ഒറ്റയെടുത്തിയായി വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എൻ്റെ മോളും എൻ്റെ മരുമോനും എത്ര സന്തോഷമായിട്ടാണ് പോകുന്നത്, അതൊന്നും ഇഷ്ടമില്ല രണ്ട് അമ്മായിമ്മമാർക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ കനകം ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ ഇതിന്റെ ബാക്കി സ്റ്റോറി ഉണ്ട്, അതൊക്കെ നമ്മുടെ ചാനൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.